ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ALPയുടെ വിജ്ഞാപനം വന്നു. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. നമുക്ക് എല്ലാവർക്കും കുറേയേറെ കൺഫ്യൂഷനുണ്ട്. എന്താണ് ഈ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുക. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഇതിൻ്റെ ഒരു ഡേറ്റ്, ഇതെങ്ങനെയാണ് അപേക്ഷിക്കുന്നത്. ഇത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൺലൈനായിട്ടാണ്. ക്ലാരിറ്റി ആയല്ലോ? അത് നമ്മൾ തുടങ്ങിയിട്ടില്ല. 12/4/2025 മുതലാണ് ഇത് അപ്ലിക്കേഷന് ഓപ്പൺ ആകുന്നത്. 12/4/2025. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്താണ്? ഒരു മാസം കൃത്യമായിട്ടുണ്ട്. 11/5/2025. അത് സമയം വരെ പറയുന്നുണ്ട്. വെബ്സൈറ്റ് നോക്കിക്കോളൂ. ഇനിയും പേയ്മെൻറ്റ് ചെയ്യേണ്ടതും 13/5/2025 ഇനിയും ഡേറ്റ്സ് മോഡിഫിക്കേഷൻ വിൻഡോ എന്തെങ്കിലും നമ്മൾ കറക്റ്റായിട്ടല്ല കൊടുത്തേക്കുന്നെങ്കിൽ ആ മോഡിഫിക്കേഷന് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ വരുന്നത്? 14/5 തൊട്ട് 23/5 വരെയാണ് നമുക്ക് വരുന്നത്. ഇനിയും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഓൺലി ഓൺലൈൻ മാത്രമാണ്, അല്ലേ? ഓൺലി ഓൺലൈൻ മാത്രമാണ്. അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് പേ ലെവൽ പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് എത്രയാണ്? 19,900. ഓക്കെ, 19,900. ഇനിയും എത്ര ഏജ് വരെ അപ്ലൈ ചെയ്യാം? 18-നും 30-നും വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് കാറ്റഗറി റിസർവേഷൻ ഉണ്ട്. 18-നും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ റെയിൽവേയിലേക്ക് എത്ര വേക്കൻസിയാണ് വന്നേക്കുന്നത്? 9,970 വേക്കൻസികളുള്ള ALP എക്സാം ALP വേക്കൻസീസ് ഓൾ ഓവർ ഇന്ത്യയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഏത് സോണിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മൾ സൗത്ത് സോൺ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് എത്ര വേക്കൻസികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം? ആർക്ക് അപ്ലൈ ചെയ്യാം? എന്ത് പഠിച്ചവർക്കാണ്? നിങ്ങൾ 10th പാസ്സായി ITA ഉണ്ട്, ഡിപ്ലോമക്കാർക്ക്, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അല്ലേ? ഇനിയും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് പേരുകളുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്? ആദ്യം ഒരു എക്സാം ഉണ്ട്. അതിനെ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? CBT 1 എന്ന് പറയും. CBT 1. ഓക്കെ, CBT 1 ഉണ്ട്. അതോടൊപ്പം തന്നെ അടുത്തത് എന്താണ്? CBT 2 ഉണ്ട്. ഓക്കെ, CBT 2. ഓക്കെ, ക്ലിയർ ആയാലോ? CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. പിന്നെന്താണ് അടുത്തത്? ഇത് ഇതിനൊരു പാസ് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ടയറാണ് CBT 2 എന്ന് പറയുന്ന എക്സാം നടത്തുന്നത്. ഇനിയും അടുത്ത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും CBAT ഉണ്ട്. CBAT ആയോ? അത് കഴിഞ്ഞെന്താണ്? ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുക. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് 4 പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനിയും ഫസ്റ്റ് സ്റ്റേജിൽ എന്തായിരിക്കും? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കേ. CBT 1ൻ്റെ പ്രത്യേകത എന്താണ്? വിൽ ഓൺലി ബി എ സ്ക്രീനിങ് എക്സാം ആയിരിക്കും ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ CBT 2. അത് എക്സാമിന് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 60 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ ഒരു പരീക്ഷ നടത്തുന്നു. എലിജിബിൾ ടെസ്റ്റ് മാത്രമായിരിക്കും. ഇനിയും അതിലെന്താണ്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? 75 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. നെഗറ്റീവ് മാർക്കുണ്ടോ? തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കുണ്ട്. 0.33 വെച്ച് നെഗറ്റീവ് മാർക്കുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. മിനിമം പാസ് പെർസെൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് എന്ന് തന്നെ നമ്മൾ പറയും. ജനറൽ കാറ്റഗറിയിൽ എന്തായിരിക്കും? ജനറലിന് എത്ര ആയിരിക്കും? EWSനും 40% OBCക്ക് 30%, SCക്ക് 30%, STക്ക് 25%. ഇതാണ് എന്തിന് കിട്ടേണ്ടത്? അവർക്ക് അത്ര പാസ് പെർസെൻറ്റേജ് വേണം. ഇനി അവിടെ ഒരു സിലബസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം വെബ്സൈറ്റിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം എവിടെയുണ്ട്?
നമ്മുടെ ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് ഞാനൊരു കാര്യം ചെയ്യാം, താഴെ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അതിലെന്തുണ്ടാകും, സിലബസ് തുടങ്ങിയ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ALP എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഈ 9,970 വേക്കൻസി, അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഓൾ ഓവർ ഇന്ത്യയാണ്, അതിലേക്ക് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു CBT 1 പറഞ്ഞു. CBT 1ൻ്റെ സിലബസ് പറയാം. മാത്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. ഇതൊരു ITA-കാരെയും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു എക്സാമാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു സിമ്പിൾ എക്സാം ആയിരിക്കും. ദെൻ CBT 2 എന്ന് പറയുന്നത് എന്താണ്? CBT 2-ൽ പാർട്ട് A ആൻഡ് B ഉണ്ട്. പാർട്ട് A എന്താണ്? 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ് കൊണ്ടുള്ള ഒരു പോർഷനാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 90 മിനിറ്റ്സ് കൊണ്ടുണ്ടായിരിക്കും. ഇനി പാർട്ട് Bയിൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 60 മിനിറ്റ്സ് ആയിരിക്കും. അതിനർത്ഥം അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആയി? 175 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 175 ക്വസ്റ്റ്യൻ എത്ര മണിക്കൂർ കൊണ്ടാണ്? 2.5 അവേഴ്സ് കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 2.5. അപ്പോൾ പാർട്ട് Aയും പാർട്ട് Bയും CB 2-ലുണ്ടെന്ന് മനസ്സിലായി. 1 കഴിഞ്ഞു, CB 2-ലേക്ക് എത്തി. പാസ്സായവർ മാത്രമേ എഴുതിയാൽ മതി. CB 2-ൽ എന്താണ്? CB 2-ലെ പാർട്ട് Aക്ക് എന്താണ്? പാസ് പെർസെൻറ്റേജ് ഉണ്ട്. രാവിലത്തെ ഒരു എക്സാം ഉണ്ടാവില്ല, ആ ഒരു എക്സാമിൽ പാസ് പെർസെൻറ്റേജ് ഉണ്ട്. എന്താണ്? സെയിം ആസ് നമ്മുടെ CBT 1-ലുണ്ടായിരുന്ന അതേ തന്നെ. ഇത്രയും OBCക്ക് ഇത്ര പെർസെൻറ്റേജ്, 30%, SCക്ക് 30%, STക്ക് 25% എന്നുള്ള പെർസെൻറ്റേജ് തന്നെയാണ്. പാർട്ട് Bക്ക് എല്ലാവർക്കും 35% വേണം. ഏത് കാര്യം? 35% വേണം. ഓക്കെ, ഇനിയും സിലബസ് പാർട്ട് Aയിൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഉണ്ട്, എന്തുണ്ട്? ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പാർട്ട് Aയിൽ വരുന്നത്. പാർട്ട് Bയിൽ നിങ്ങൾ ഏതാണോ ട്രേഡ് ചൂസ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒന്നുണ്ടാവുന്നത്. 2.5 അവേഴ്സിലെ മണിക്കൂറിലെ ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞത്. പാർട്ട് Aയും പാർട്ട് Bയും ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? ഇനിയും അടുത്തത് ഞാൻ മൂന്നാമത്തെ ടയർ പറഞ്ഞു, CB. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറഞ്ഞു, ഇതിന് ഇതിന് 1 ഉണ്ട് 2 ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്നു. ഇനി ഈ CBAT എന്താണെന്നാണ് അടുത്തത് ഞാൻ പറയുന്നത്. CBAT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഇതിന് എന്തുണ്ടാവില്ല? നോ നെഗറ്റീവ് മാർക്കാണ്. നോ നെഗറ്റീവ് മാർക്കാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോ നെഗറ്റീവ് മാർക്കായിരിക്കും. ഓക്കെ, ഇനിയും അടുത്തത് അതിൽ മെമ്മറി ടെസ്റ്റ്, ഡയറക്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, അടുത്തത് എന്താണ്? പെർസെപ്ഷൻ സ്പീഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് CBAT എന്ന് പറയുന്നത്. ഇനിയും അവിടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് 42 മാർക്ക്, മിനിമം മാർക്ക്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 42 മാർക്കായിരിക്കും. ക്ലിയർ ആയോ? 42 മാർക്കായിരിക്കും. അടുത്തത് ഏജ് ലിമിറ്റിന് പ്രത്യേകം ഓർത്തിരിക്കുക. 18-നും 30 വയസ്സിനും ഇടയിലാണ്. സാലറി പറഞ്ഞു, അപ്ലൈ ചെയ്യുന്ന ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു. ET ട്രേഡ്, മെക്കാനിക്കൽ ട്രേഡ്, ഇലക്ട്രോണിക്സ് ട്രേഡ് ഒക്കെ ഉള്ളവർ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ സബ്ജക്റ്റ് വൈസ് നമ്മൾ പഠിക്കണം, ഈ പറയുന്ന പോർഷൻ വൈസ് നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ടാകും, അത് നമ്മൾ വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പം ALP എന്ന് പറയുന്ന ഈ ഒരു ഗോൾഡൻ ചാൻസ് വിട്ടുകളയേണ്ട നല്ല പോസ്റ്റാണ്. തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് റെയിൽവേക്ക് ഒരുപാട് ആനുകൂല്യങ്ങളാണുള്ളത്. ആ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളിലൂടെ പഠിക്കാം. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.